സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യം കണക്കിലെടുത്ത് പൊതുജനാരോഗ്യം മുൻനിർത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്റൻസീവ് ക്ലീനിംഗ് ഡ്രൈവ് നടത്തി. മണലിപ്പാലം മുതൽ പാലേക്കര ഓവർബ്രിഡ്ജിന് താഴെ വരെ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളും ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.ടി. വിജയലക്ഷ്മി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.എസ്. സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സിന്ധു സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ. അജിത, ജനപ്രതിനിധി വി.ആർ. സുരേഷ് എന്നിവർ സന്നിഹിതരായി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഡിപ്പി ഹൈസ്കൂളിലെ NSS വിദ്യാർത്ഥികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, പൊതുപ്രവർത്തകർ, ആരോഗ്യപ്രവർത്തകർ, ടോൾ ജീവനക്കാർ, സന്നദ്ധ സംഘടനകൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കുചേർന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി. നമുക്ക് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി കൊണ്ട് നമ്മുടെ നാടിനെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ക്ലീനിംഗ് ഡ്രൈവ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ 16 വാർഡുകളിലെയും കാനകളും മറ്റും വൃത്തിയാക്കി പുല്ലുകൾ വെട്ടി അത്തരം പ്രവർത്തനങ്ങൾ 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളത് കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മണലി മുതൽ ബൈപ്പാസ് വരെയുള്ള റോഡിന്റെ NHന്റെ 2 വശങ്ങളും മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനു മുന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അന്നും സർക്കാരിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ഇന്ന് ഇൻറ്റൻസീവ് ക്ലീൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പരിപാടി സംഘടിപ്പിക്കുകയാണ്. മാലിന്യങ്ങൾ ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുറേയേറെ അതിൽ നിന്ന് മോചിതരാവാൻ ഹരിതകർമ്മസേനയുടെയും അതുപോലെ തന്നെയുള്ള മറ്റു പ്രവർത്തനങ്ങൾ വഴി കുറേയേറെ നമുക്ക് മോചിതരാവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൂടി തുടച്ചു നീക്കിയാൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. നല്ല പരിസ്ഥിതിയും ശുദ്ധമായ ജലവും മാലിന്യ വിമുക്തമായ ഒരു സമൂഹവുമാണ് നമ്മുടെ ആവശ്യം. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് നെന്മണിക്കര പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ളൊരു ക്ലീൻ ഡ്രൈവ് നടത്തുന്നത്. രീതിയിൽ നമുക്ക് മാക്സിമം ഇതിനെ വിജയകരമാക്കണം. പോരാത്തിന് നമുക്ക് NHന്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് ഒരു ടാസ്ക് തന്നെയാണ്. എങ്കിലും നമ്മളിത് മാക്സിമം നമ്മളിന്ന് ചെയ്തത് പൂർത്തിയാക്കും. അപ്പോൾ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതൊരു തുടക്കം എല്ലാ വർഷവും നമ്മൾ നടത്തിയ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ അവാർഡുകൾ മേടിച്ചിട്ടുള്ളതാണ്. അത് ഇപ്രാവശ്യവും നമ്മൾ അത് തുടക്കം കുറിക്കുകയാണ്. ആരോഗ്യവും അതേപോലെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രവൃത്തിക്ക് എല്ലാവിധ ആശംസകളും. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് കേരളമെമ്പാടും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പരിപാടി എല്ലാ സ്ഥലത്തും വളരെ ഭംഗിയായി നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം നേരത്തെ തന്നെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുകയും അതിനുവേണ്ടിയുള്ള യോഗങ്ങൾ ചേർന്ന് എല്ലാവരെയും സംഘടിപ്പിക്കുകയും ചെയ്തതിൽ ഇവിടുത്തെ ഭരണസമിതി വളരെയധികം അംഗീകാരം. പ്രത്യേകിച്ച് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മൾ പറ്റാവുന്ന മേഖലയിലെല്ലാം ഈ 2 പാതയോരം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും വരുന്ന പ്രദേശങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമാണ് നമ്മുടെ മണ്ണും അതുപോലെ തന്നെ കുടിവെള്ളമടക്കവും ഉള്ള മാലിന്യമുക്തമാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ.